കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ എഗസ്കേലിലെ പ്രവചനം 46-ാം അധ്യായമാണ് പഠിച്ച് തുടങ്ങിയത്. നമ്മളതിൻ്റെ ആരംഭ ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആരംഭ ഭാഗത്ത് നമ്മൾ കണ്ടത് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൻ്റെ വാതിൽ എപ്പോഴൊക്കെ തുറക്കുമെന്നും എപ്പോഴൊക്കെ അടച്ചിടണമെന്നും അതിനകത്ത് പറയുന്നുണ്ട്. 6 ദിവസവും അടച്ചിടണം, ശബത്ത് നാളിൽ മാത്രം അത് തുറക്കും. തുടർന്ന് ഏതെല്ലാം ദിവസങ്ങളിൽ ആലയത്തിൽ വരണം, ശബത്ത് നാളിലും മാസത്തിൻ്റെ 1-ാം ദിവസമാകുന്ന അമാവാസിയിലും ആലയത്തിൽ വന്ന് യാഗങ്ങൾ അർപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. യാഗത്തെ ലിസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ പ്രഭുവിനെ സംബന്ധിച്ച് അവൻ ശബത്തിൽ വരുമ്പോൾ കൊണ്ടുവരേണ്ട യാഗവസ്തുക്കൾ 6 കുഞ്ഞാട്, 1 മുട്ടാട്, ഭോജനയാഗമായി മുട്ടാടിന് 1 ഏഫയും ഓരോ ആടിനയുടെ ബന്ധത്തിൽ തൻ്റെ പ്രാപ്തിക്കനുസരിച്ചുള്ള 1 ഹീൽ എണ്ണയും കൊണ്ടുവരണം. ജനങ്ങളും അതുപോലെ തന്നെ ആലയത്തിൽ വരുമ്പോൾ ഒരു കാളയും 1 മുട്ടാടിനെയും 6 ആടിനെയും ഭോജനയാഗത്തിനായി 1 ഏഫ ഭോജനയാഗത്തുള്ള മാവും 1 ഹീൽ എണ്ണയും അവരും കൊണ്ടുവരണം. ഇതിനകത്തെല്ലാം കാണുവാൻ കഴിയുന്നത് പ്രഭു ആലയത്തിനകത്ത് കിഴക്കേ കവാടത്തിൽ കയറി വരുന്നു. അവിടെ യാഗങ്ങൾ പുരോഹിതന്മാർ അവർക്ക് വേണ്ടി നടത്തുന്നു. അവിടെ നമ്മൾ കണ്ട ഒരു കാര്യം, ആ ഒരു പ്രാകാരത്തിൻ്റെ ഒരു ഭാഗത്ത് വന്നിട്ട് പ്രഭു നമസ്കരിക്കണമെന്ന് വായിക്കുന്നുണ്ട്. ജനത്തോടുള്ള ബന്ധത്തിലും പറയുന്നുണ്ട്, നമസ്കരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രഭുവായാലും കൊള്ളാം, ജനമായാലും കൊള്ളാം, ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം എന്നാണ് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് വേണ്ടി ശബത്ത് നാളിലും മാസത്തിൻ്റെ 1-ാം നാൾ അമാവാസിയിലും ദൈവസന്നിധിയിൽ വരണം. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച വളരെ സവിസ്തരമായി ചിന്തിച്ചതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ നിലയിൽ യാഗങ്ങൾ കഴിക്കുവാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ടുവരണം. അവർ സാധനങ്ങൾ ഈ യാഗത്തിനുള്ള മൃഗങ്ങളും മറ്റും കൊണ്ടുവന്ന് അവർ യാഗം കഴിക്കുവാൻ വേണ്ടി കടന്നു വരണം എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 46-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ദേശത്തെ ജനം ഉത്സവങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ വടക്കേ ഗോപുരം വഴിയായി നമസ്കരിപ്പാൻ വരുന്നവൻ തെക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോകുകയും തെക്കേ ഗോപുരം വഴിയായി വരുന്നവൻ വടക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോകുകയും വേണം. താൻ വന്ന ഗോപുരം വഴിയായി മടങ്ങിപ്പോകാതെ അതിനെതിരെ ഉള്ളതിൽ കൂടി പുറത്തേക്ക് പോകണം. അവർ വരുമ്പോൾ പ്രഭുവും അവരുടെ മധ്യേ വരികയും അവർ പോകുമ്പോൾ അവനും കൂടെ പോകുകയും വേണം. വിശേഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും
ഭോജനയാഗം കാളയ്ക്കൊരു ഏഫയും മുട്ടാടിനൊരു ഏഫായും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ളതും ഏഫായ്ക്ക് ഒരു ഹീൻ എണ്ണയും വീതം ആയിരിക്കണം. എന്നാൽ പ്രഭു സ്വമേധമായ ഹോമയാഗമോ സ്വമേധദാനമായ സമാധാന യാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നു കൊടുക്കണം. അവൻ ശബ്ബത്ത് നാളിൽ ചെയ്യുന്നത് പോലെ തന്റെ ഹോമയാഗവും സമാധാന യാഗങ്ങളും അർപ്പിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. അവൻ പുറത്തേക്ക് പോയ ശേഷം ഗോപുരം അടയ്ക്കണം. ഓക്കെ, ഇവിടെ ദേശത്തിലെ ജനങ്ങൾ ഉത്സവ ദിവസങ്ങൾ എങ്ങനെ കടന്നു വരണം, എന്ത് കൊണ്ടുവരണം എന്നൊക്കെ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. വടക്കേ കവാടത്തിലൂടെ ആരാധനയ്ക്കായി പ്രവേശിക്കുന്ന, അവിടെ പറയുന്നത് നമസ്കരിക്കുവാൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ വടക്കേ ഗോപുരം വഴിയായി നമസ്കരിക്കാൻ വരുന്നവർ എന്ന് എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ആലയത്തിൽ വരുന്നത് നമസ്കരിക്കുവാനാണ്. നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആരാധനയാണ് കാണിക്കുന്നത്. അപ്പം ആലയത്തിൻ്റെ അകത്ത് ഉത്സവമായാലും കൊള്ളാം, ശബത്ത് നാളായാലും കൊള്ളാം, അമാവാസി ആയാലും കൊള്ളാം, അവർ വരുന്നത് ആരാധിക്കുവാൻ വേണ്ടിയാണ് വരുന്നത്. അല്ലാതെ ആലയത്തിൻ്റെ പ്രൗഢിയും ആലയത്തിൻ്റെ മനോഹാരിതയും ഒന്ന് കണ്ടിട്ട് പോകാനല്ല വരുന്നത്. ഇവിടെ വന്നിട്ട് യഗസ്കേൽ കണ്ട ആലയത്തിൻ്റെ അകത്ത് വരുന്നവർ ദൈവത്തെ നമസ്കരിക്കാൻ വരുന്നവരാണ്. അവർ വടക്കേ ഗോപുരത്തിലൂടെ വരുന്നവർ നമസ്കരിച്ചതിന് ശേഷം തെക്കേ ഗോപുരം വഴി ഇറങ്ങിപ്പോകണം. ഇനി ആരെങ്കിലും തെക്കേ ഗോപുരം വഴി വരികയാണെങ്കിൽ അവൻ വന്ന് നമസ്കരിച്ചിട്ട് വടക്കേ ഗോപുരം വഴി ഇറങ്ങിപ്പോകണം. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കയറി ഇറങ്ങി അവിടെ യാതൊരു വിധമാകുന്ന മാർഗ തടസ്സങ്ങളും ഉണ്ടാക്കി ആലയത്തിൻ്റെ അകത്തൊരലങ്കോലം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ആലയത്തിൻ്റെ അകത്തെ ക്രമീകരണം യഹോവയായ ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണം. അങ്ങനെയാണ്, വളരെ സിസ്റ്റമാറ്റിക്കാണ്. അല്ലാതെ തോന്നുന്നവർക്ക് തോന്നുന്ന പോലെ പോകുവാനും തോന്നുന്ന പോലെ വരാനും ഇറങ്ങിപ്പോകാനും ഒക്കത്തില്ല എന്ന് ഇവിടെ എടുത്തു പറയുന്നു. വടക്കേ വാതിലൂടെ വരുന്നവൻ നമസ്കരിച്ചോണം, തെക്കേ വാതിൽ വഴി ഇറങ്ങിപ്പോക്കോണം. തെക്കേ വാതിലൂടെ വരുന്നവൻ ഇവിടെ വന്ന് ആരാധിച്ചോണം, വടക്കേ വാതിൽ വഴി ഇറങ്ങിപ്പോകണം. ഇല്ല, എന്നെ കൊണ്ടൊക്കത്തില്ല, എനിക്ക് തെക്കേ വഴി തന്നെ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വഴിയില്ല, പ്രമാണമില്ല. അപ്പോൾ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് യഗസ്കേൽ കണ്ട ആലയം അത് വരാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ ഉണ്ടാകുന്ന ആലയമാണെന്ന് വേദപണ്ഡിതന്മാർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആ ആലയത്തിനകത്തുള്ള സകല കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത്. അല്ലാതെ ആർക്കും എവിടെയും കയറി തോന്നുന്ന പോലെ ചെയ്യുവാൻ സാധ്യമല്ല. സിസ്റ്റമാറ്റിക്കാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ കാര്യങ്ങളും ദൈവം എപ്പോഴും സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്ക് ചിന്തിക്കുന്ന പോലെ ആത്മാവ് പ്രേരിപ്പിച്ചു, ആത്മാവ് നടത്തി എന്ന് പറഞ്ഞ് തോന്നുന്ന പോലെ പോകാനും തോന്നുന്ന പോലെ വരാനും ഉള്ളതല്ല ദൈവത്തിൻ്റെ ആലയം എന്ന് മനസ്സിലാക്കണം. നാം ഇന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ആത്മാവാണ്. അത് ഏത് ആത്മാവാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എല്ലാവരും പറയും ദൈവാത്മാവ് പറഞ്ഞു, ആത്മാവ് പറഞ്ഞു, ആത്മാവ് പറഞ്ഞു. എന്നിട്ട് അവനവൻ എന്തോ തോന്നുന്നുവോ അത് വിളിച്ചു പറയുക, അതുപോലെ ചെയ്യുക. ആ ഒരു അനുഭവത്തിലേക്ക് ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേദപുസ്തകത്തിനകത്ത്
പ്രമാണം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ആലയത്തിൽ വരണം, ഏതുവഴിയായി വരണം, ഏതുവഴിയായി പോകണം, എന്തിനാണ് ആലയത്തിൽ വരുന്നത് എന്നിത്യാദി കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതും പ്രകാരം വരുന്നവർ ചെയ്തേ ഒക്കത്തുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനിയും അപ്പം അതുകൊണ്ട് ഇനിയും 1000 ആണ്ട് വാഴ്ചയിൽ ആ ആലയത്തിൻ്റെ അകത്ത് എന്ന് പറയുന്ന വലിയൊരു ജനക്കൂട്ടം വരികയും പോവുകയും ചെയ്യും. അപ്പം അത് വളരെ നിലയിൽ ക്രമീകൃതമാകത്തക്ക നിലയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ആലയത്തിൻ്റെ അകത്തെ ആത്മീകമാകുന്ന നിലയിലുള്ളൊരു സിസ്റ്റമാറ്റിക് വേ നമ്മുടെ പാട്ടിൻ്റെ അകത്തും നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തും നമ്മുടെ ഓരോ ആരാധനയുടെ ക്രമീകരണത്തിലും ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട്. അപ്പം അത് നമ്മൾ പാലിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാരായിരുന്നാലും കൊള്ളാം, പ്രഭുവായിരുന്നാലും കൊള്ളാം, ഇല്ല ജനമായിരുന്നാലും കൊള്ളാം, അതവൻ പ്രമാണിച്ചേ ഒക്കത്തുള്ളൂ. അത് വളരെ വ്യക്തമാണ്. ഇനിയും ആ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പ്രഭു അവർ മധ്യേ ഉണ്ടായിരിക്കണം. ജനം അകത്ത് വരുമ്പോൾ പ്രഭു അകത്ത് വന്നിരിക്കണം, ജനം പുറത്തു പോകുമ്പോൾ പ്രഭുവും പുറത്തു പോയിരിക്കണം എന്ന് വളരെ വ്യക്തമായി പറയുന്നത്. പറഞ്ഞാൽ അവിടെ പ്രഭു എന്ന് പറയുന്നത് മശിഹയെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വർഷത്തിൽ ഇസ്രായേലിന് വേണ്ടി ദൈവം നിയമിച്ചാക്കിയ ഭരണാധികാരി അത് ജനങ്ങൾക്കിടയിൽ ഒരു യഥാർത്ഥ നേതാവായിരിക്കും. അപ്പോൾ കൂടാതെ അവൻ അവിടെ മധ്യേ ഉണ്ടായിരിക്കും. ജനം ആരാധിക്കാൻ അകത്ത് കിടക്കുമ്പോൾ ഇവൻ പുറത്തു പോകത്തില്ല, അവനും അകത്ത് ജനത്തോടൊപ്പം തന്നെ അകത്ത് കയറി വരും. ജനം ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ഈ പ്രഭു അവരോടൊപ്പം മടങ്ങിപ്പോകും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തങ്ങളുടെ ആരാധന വസ്തുക്കൾ പുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുവരണം. രാജകുമാരൻ അഥവാ രാജ്യം ഭരിക്കുന്നവർ, പ്രഭുവായവൻ ജനത്തോടൊപ്പം പ്രവേശിക്കും. അവൻ തൻ്റെ യാഗവസ്തുക്കൾ അകത്തെ കിഴക്കേ കവാടത്തിൽ പുരോഹിതന്മാർക്ക് മുമ്പിൽ അർപ്പിക്കും. കിഴക്കേ കവാടത്തിലൂടെ കയറി പുരോഹിതന്മാർക്ക് പ്രഭുവിൻ്റെ വകയായിട്ടുള്ള യാഗവസ്തുക്കൾ അർപ്പിക്കാൻ കൊടുക്കും. അവൻ്റെ യാഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ആ കിഴക്കേ കവാടം തുറക്കും. രാജകുമാരൻ പോയാലുടൻ ആ കിഴക്കേ കവാടം അടയ്ക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി മറ്റൊന്ന്, നമ്മൾ യേശുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, മശിഹയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് നമ്മെ ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കുന്ന ഒരു ദൈവത്തെയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. ജനത്തോടൊപ്പം വസിച്ച് ജനത്തിൻ്റെ ഇടയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം. മറ്റൊന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അപ്പൊ പുറത്തു കൊണ്ടുപോകുമ്പോൾ ഇടയനാണ് മുൻപിൽ പോകുന്നത്. അവൻ അവയ്ക്ക് മുൻപായി പോകുന്നു. ഒരു യഥാർത്ഥ ഇടയനാണത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേലിനെ നയിച്ച രാജാക്കന്മാർ, നേതാക്കന്മാർ അങ്ങനെയല്ലായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നു 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേലിനെ ഭരിക്കാൻ വരുന്ന പ്രഭുവായവൻ അവർക്ക് മുൻപായി നടക്കുന്നു, പുറത്തു കൊണ്ടുവരുന്നു. പുറത്തു കൊണ്ടുവന്ന ശേഷം അവരെ മുമ്പോട്ട് തള്ളിവിടുകയല്ല ചെയ്യുന്നത്, അവർക്ക് മുൻപായി നടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പുറകെ വരുന്ന ജനം എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം ചലഞ്ചസിനെ ഫേസ് ചെയ്താലും ശരി, ആദ്യം ഫേസ് ചെയ്യുന്നത് ഈ പ്രഭുവായിരിക്കും. അവൻ അതിനെയെല്ലാം നീക്കം ചെയ്ത് ജനത്തിന് സുഖമായി നടക്കത്തക്ക നിലയിലുള്ളതായ ഒരു ക്രമീകരണം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുമെന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ്, നല്ല ഇടയനായ കർത്താവ്, നല്ല പ്രഭുവായ കർത്താവ് നമുക്ക് മുൻപായി പോകുന്നു, നമുക്ക് മുൻപായി നടക്കുന്നു. നമ്മളെ
മുമ്പിലോട്ട് തള്ളി വിട്ടിട്ട് പുറകിൽ നിൽക്കുന്നൊരു ദൈവമല്ല, നമുക്ക് മുൻപേ നടക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലും ഇന്നത്തെ കാലത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയായാലും, ഏത് യാത്രയായാലും, എന്ത് ക്രമീകരണമായാലും അതിൻ്റെ എല്ലാം മുൻപിൽ നിൽക്കുന്ന ഒരു കർത്താവ്, അവൻ നമുക്ക് മുൻപേ നിൽക്കുകയും നമുക്ക് മുമ്പായി നടക്കുകയും ഒക്കെ ചെയ്യുന്ന, പേർ വിളിച്ച് പുറത്തു കൊണ്ടുപോയ ശേഷം അവയ്ക്ക് മുൻപായി നടക്കുന്ന ഒരു പ്രഭുവിനെയാണ് 1000 ആണ്ട് വാഴ്ചയിൽ നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ പറഞ്ഞപ്പോൾ കർത്താവ് നല്ല ഇടയനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ നല്ല ഇടയനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി നിവർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും അതിന് 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കിഴക്കോട്ടുള്ള വാതിൽ അപ്പോൾ അവന് വേണ്ടി തുറക്കപ്പെടുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നമുക്ക് 13 മുതൽ വാക്യങ്ങളിലേക്ക് പോകാം. 13 മുതൽ 15 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ ഒരു കുഞ്ഞാടിനെ നീ ദിനം പ്രതി യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. രാവിലെ തോറും അതിനെ അർപ്പിക്കണം. അതിന്റെ ഭോജനയാഗമായി നീ രാവിലെ തോറും ഏഫായിൽ 1/6 നേരിയ മാവ് കുഴയ്ക്കേണ്ടതിന് ഹീനിൽ 1/3 എണ്ണയും അർപ്പിക്കണം. അതൊരു ശാശ്വത നിയമമായി യഹോവയ്ക്കുള്ള നിരന്തര ഭോജനയാഗം. ഇങ്ങനെ അവർ രാവിലെ തോറും നിരന്തര ഹോമയാഗമായി കുഞ്ഞാടിനെയും ഭോജനയാഗത്തെയും എണ്ണയെയും അർപ്പിക്കണം. ഓക്കെ, ഇവിടെ വായിക്കും, നിങ്ങൾ ദിവസവും യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കണം. യെഹെസ്കേലിന്റെ കണ്ട ദേവാലയത്തിൽ അവർ വായിക്കുന്നു, ദിവസവും നിങ്ങൾ ഹോമയാഗം കഴിക്കണം. ആ 13-ാം വാക്യം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നു, ആ ഗോപുരം അടയ്ക്കാണ്. 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ കുഞ്ഞാടിനെ നീ ദിനം പ്രതി യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. 2-ാമത്തെ പദപ്രയോഗം, രാവിലെ തോറും അതിനെ അർപ്പിക്കണം. ഇനി അടുത്തത്, അതിനെ ഭോജനയാഗമായി നീ രാവിലെ തോറും അതിനെ ഇന്ന വിധത്തിൽ അർപ്പിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഇതൊരു ശാശ്വത നിയമമായിരിക്കും എന്ന് പറയുന്നു. 15-ാമത്തെ വാക്യം, ഇങ്ങനെ അവർ രാവിലെ തോറും നിരന്തരമായ ഹോമയാഗമായി കുഞ്ഞാടിനെയും ഭോജനയാഗത്തെയും എണ്ണയും അർപ്പിക്കണമെന്ന് പറയുന്നു. ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട വസ്തുതകൾ വളരെ വ്യക്തമായി, 2-3 കാര്യങ്ങൾ പ്രധാനമായി എടുത്തു പറയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അവിടെ ഹോമയാഗം കഴിക്കേണ്ടത് ഡെയിലി ആലയത്തിൽ വന്ന് ഹോമയാഗം കഴിച്ച് ഭോജനയാഗം കഴിച്ചു പോകണം. അതുകൊണ്ട് 1 വയസ്സുള്ള ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം എന്ന് വളരെ വ്യക്തമായി പറയും. പിന്നെ ഭോജനയാഗത്തിനുള്ള എണ്ണയും മറ്റും കൊണ്ടുവരണം. അപ്പോൾ എല്ലാ ദിവസവും 1 രാവിലെ കൊണ്ടുവരണം. 2-ാമത്തത് സമയം കൊടുത്തിട്ടുണ്ട്, രാവിലെ കൊണ്ടുവരണം. ഉച്ചയാകുമ്പോഴല്ല, വൈകിട്ടല്ല, രാവിലെ കൊണ്ടുവരണം. 3-ാമത്തത് ദിവസം തോറും കൊണ്ടുവരണം എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ 1 ദിവസം തോറും, 2 രാവിലെ തോറും, 3-ാമത് വെറുതെയല്ല വരേണ്ടത്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയുമായിട്ട് വേണം ആലയത്തിൻ്റെ അകത്തേക്ക് വരേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 3 കാര്യങ്ങൾ പ്രധാനമായും ഇന്നത്തെ കാലഘട്ടത്തിലെ ആരാധനയുടെ ബന്ധത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. 1, ആരാധന ഹോമയാഗം നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ കാണിക്കുന്നതാണ് ആ യാഗം. അങ്ങനെയെങ്കിൽ ഡെയിലി നീ ദൈവത്തിൻ്റെ ക്രൂശീകരണത്തെ, അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട, നമുക്ക് വേണ്ടി രോമം പിച്ചിപ്പറിക്കപ്പെടാൻ ഏൽപ്പിക്കപ്പെട്ട, മുഖത്ത് കാർക്കിച്ച് തുപ്പിപ്പോൾ അത് സ്വീകരിച്ചതായ ആ ഒരു കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ഡെയിലി നീ രാവിലെ നീ ഓർക്കുവാൻ ബാധ്യസ്ഥനാണ്. ഒന്നത്, നമ്മൾ പലപ്പോഴും സാധാരണ ക്രൈസ്തവരായ ജനങ്ങൾ
ആമേൻ, ദുഃഖ വെള്ളിയാഴ്ച എന്നുണ്ട്. അന്ന് മാത്രമേ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഓർക്കത്തുള്ളൂ. പെന്തക്കോസ്തുകാരായിരിക്കുന്നവരും വേർതിരിക്കപ്പെട്ട ദൈവജനങ്ങൾ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ മാത്രമേ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഓർക്കാറുള്ളൂ. എന്നാൽ ഇവിടെ പറയുന്നത് നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നീ രാവിലെ തോറും വരണമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ നീ ആയിരിക്കുന്നിടത്ത് നിന്ന് നിന്റെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ, നിനക്ക് വേണ്ടി ത്യാഗം സഹിച്ച കർത്താവിനെ, നിനക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച കർത്താവിനെ നീ ഒരു നിമിഷമെങ്കിലും ഓർത്ത ശേഷം മാത്രമേ നീ മറ്റുള്ള പ്രവർത്തനത്തിന് വേണ്ടി പോകാവൂ എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നത്, അപ്പോൾ രാവിലെ തോറും വേണം. വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ രാവിലെ തോറും നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ദൈവമേ രാവിലെ അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. അപ്പോൾ രാവിലെ തോറും നാം ദൈവസന്നിധിയിൽ വരണം. ദൈവസന്നിധി വന്നിട്ട് ദൈവം നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിനെ നാം ഓർത്തിട്ട് നന്ദി പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പലപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ഈ ഒരു പകൽ മുഴുവൻ നടത്തണമേ, നമ്മുടെ ഭൗതിക നന്മകൾ, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളാരും കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ഓർക്കാറില്ല. നമ്മൾ കർത്താവേ, അവയെ ഒരു രാത്രിയുടെ എന്നെ ശേഷിച്ചു, പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ നീ എനിക്ക് തന്ന ആയുസ്സിനായി സ്തോത്രം, ബലത്തിനായി സ്തോത്രം എന്ന് മാത്രമേ നമ്മൾ പലപ്പോഴും പറയാറുള്ളൂ. അത് പറയാന്നല്ല, പറയാം. പക്ഷെങ്കിൽ നീ ആയുസ്സോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു നല്ലത്. പക്ഷെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായ നിലയിൽ നിന്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കാരണക്കാരനായതും അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ അർപ്പിക്കപ്പെട്ട ചെയ്തതായ യാഗത്തെക്കുറിച്ച് ഓർക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ഒരു നിമിഷം ഒന്ന് ഓർത്ത് ഒന്ന് നന്ദി പറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് രാവിലെ തോറും ചെയ്യണം. രണ്ടാമത്തത്, ദൈവസ്ഥലിൽ വെറും കൈയോട് വരാനല്ല പറഞ്ഞേക്കുന്നത്, അതിന് ചെലവുണ്ട്. ആലയത്തിനകത്ത് വെറും കൈയോട് പോകല്ലേ. ആരാധനയ്ക്ക് പോകുമ്പോൾ ആരാധനയ്ക്കുള്ളതായ അതിന് വസ്തുക്കളുമായി പോകണം. അതുകൊണ്ടാണ് അബ്രഹാമും ഇസഹാക്കും കൂടി പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ? അപ്പൊ അവനറിയാം അവൻ്റെ അപ്പൻ യാഗം കഴിക്കുന്നു, അവൻ്റെ അപ്പൻ ആരാധന കഴിക്കുമ്പോൾ വെറുതെയല്ല ആരാധന കഴിക്കുന്നത്, അതിൻ്റെ അകത്ത് വിലപിടിപ്പുള്ളത് ഒന്നിനെ അവൻ്റെ അപ്പൻ യാഗം കഴിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആരാധന എന്ന് പറയുന്നത് അതിന് വാല്യൂ ഉണ്ട്, അതിന് മൂല്യതയുണ്ട്. അത് വെറും കൈയോട് നമ്മൾ ആലയത്തിൻ്റെ അകത്ത് പോകരുത്. ആലയത്തിൽ പോകുമ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളതെല്ലാം ആയിട്ട് വേണം ആലയത്തിൻ്റെ അകത്ത് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഭൗതികമല്ല അവിടെ ഉദ്ദേശിച്ച്, ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. മറ്റേ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ആടുകളെയും കാളകളെയും മറ്റും യാഗമായി അർപ്പിച്ചെങ്കിൽ പുതിയ കർത്താവിൻ്റെ കാൽവറി മരണത്തോടുകൂടെ ഇപ്പം തന്നെ ഇപ്പോൾ യാഗമായി അർപ്പിക്കേണ്ടത് നാം പറയുന്ന സ്തോത്രം, നാം പറയുന്ന സ്തുതികൾ, നമ്മുടെ ആരാധനയൊക്കെയാണ്. അപ്പോൾ ദൈവസ്ഥലിൽ പോകുമ്പോൾ നമ്മുടെ സ്തോത്രത്തിനൊരു വാല്യൂ നമ്മൾ കൊടുത്തിരിക്കണം. നമ്മുടെ സ്തുതികൾക്ക് നമ്മൾ വാല്യൂ കൊടുത്തിരിക്കണം. നമ്മൾ ആരാധിക്കുമ്പോൾ ആരാധനയ്ക്ക് അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യത നമ്മൾ കൊടുത്തിരിക്കണം. അല്ലാതെ വെറും കൈയോട് പോയി കണ്ടുകെട്ട് മടങ്ങുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് പ്രമാണമില്ല.
കണ്ടുകേട്ട് വരുവാൻ ആലയത്തിൻ്റെ അകത്തെ മനോഹരമായ ചിത്രപ്പണികളും ഈന്തപ്പനകളും അതും ഇത് കണ്ടിട്ട് മടങ്ങി വരാനല്ല ആലയത്തിൻ്റെ അകത്ത് പോകുന്നത്. നമ്മൾ മുൻകാല അധ്യായത്തിൽ പഠിച്ചു. അവിടെ അവ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ ഈന്തപ്പനകൾ, അതിൻ്റേതായിരിക്കുന്ന ചിത്രപ്പണികളൊക്കെ ഉണ്ട്. ഇതിന് മനോഹാരിത കണ്ടിട്ട് വരാൻ വേണ്ടിയല്ല ആലയത്തിൽ പോകേണ്ടത്. ആലയത്തിൽ പോകേണ്ടത് നമുക്ക് വിലപിടിപ്പുള്ളതായ ആ സ്തോത്രം, ആ സ്തുതി അതിൻ്റെ പ്രാധാന്യതയോടുകൂടെ അർപ്പിക്കണമെന്ന മനോഭാവത്തോടുകൂടെ വേണം നമ്മൾ ആലയത്തിൻ്റെ അകത്ത് പോകേണ്ടത്. ആലയത്തിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ, നാമധേയ ചടങ്ങായിട്ട്, പേരിന് വേണ്ടി നമ്മൾ പോകരുത്. നമ്മൾ പോകുമ്പോൾ അതിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാനുള്ളതായ അതിൻ്റെതായ തീവ്രതയോടെ, അതിൻ്റെതായിരിക്കുന്ന വാല്യൂയോടെ വേണം നമ്മൾ ആലയത്തിൽ പോകേണ്ടത്. അതുകൊണ്ട് ആരാധന എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ ഒരു പഴിവാക്കിനോ ഒരു സോഫ്റ്റായിട്ട് നാമധേയമായി അവസാനിപ്പിക്കുന്നല്ല. പിന്നെയോ അതിന് വില കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഭക്തന്മാർ, നമ്മുടെ പിതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ അവർ കൂടി വരുമ്പോൾ അവരെന്ത് ചെയ്തിരുന്നു? അവർ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സ്തോത്രം വാല്യൂ ആയിരുന്നു. അവർ ദൈവസന്നിധിയിൽ കൊടുത്തിരുന്ന ആരാധനയ്ക്ക് വിലയുണ്ടായിരുന്നു, അതിന് മതിപ്പുണ്ടായിരുന്നു. അതിൻ്റെതായിരിക്കുന്ന പ്രാതിനിധ്യത്തോടെ, അതിൻ്റെ പവറോടെ, അതിൻ്റെതായിരിക്കുന്ന നിലവാരത്തിൽ നിന്നിട്ടാണ് അവർ സ്തോത്രം പറയുകയും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തത്. അല്ലാതെ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്നവരായിട്ടല്ലായിരുന്നു അവർ ചെയ്തത്. അതുകൊണ്ട് അവരെ ആരാധനയിൽ വിവിധ തരത്തിലുള്ളതായ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും കുറുകിപ്പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ദൈവസ്ഥലിൽ പോകുമ്പോൾ വെറും കൈയോട് പോകാതെ, നാമധേയമാകുന്ന പരിപാടിക്ക് വേണ്ടി പോകാതെ, എനിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം, അതിൻ്റെ നിലവാരത്തിൽ കൊടുക്കണം, അതിൻ്റെതായ പ്രാതിനിധ്യത്തോട് കൊടുക്കണം, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിരിക്കുന്ന നിലയിൽ വേണം എനിക്ക് സ്തോത്രം പറയേണ്ടത് എന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ നമ്മൾ പോകുകയും ദൈവസ്ഥലിൽ അർപ്പിക്കുകയും ചെയ്യണമെന്ന് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇനി നമുക്ക് 16 മുതൽ 18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: പ്രഭു തന്റെ പുത്രന്മാരിൽ ഒരുത്തന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവന്റെ അവകാശമായി അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കണം. അത് അവകാശമായി അവരുടെ കൈവശം ഇരിക്കണം. എന്നാൽ അവൻ തന്റെ ദാസന്മാരിൽ ഒരുത്തന് തന്റെ അവകാശത്തിൽ നിന്നൊരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് വിടുതലാണ്ട് വരെ അവനുള്ളതായിരിക്കണം. പിന്നത്തേതിൽ അത് പ്രഭുവിന് തിരികെ ചേരണം. അതിന്റെ അവകാശം അവന്റെ പുത്രന്മാർക്ക് തന്നെ ഇരിക്കണം. പ്രഭു ജനത്തെ അവരുടെ അവകാശത്തിൽ നിന്ന് നീക്കി അവരുടെ അവകാശത്തിൽ ഒന്നും അപഹരിക്കരുത്. എന്റെ ജനത്തിൽ ഓരോരുത്തരും താന്റെ അവകാശം വിട്ട് ചിന്നിപ്പോകാതിരിപ്പാൻ അവൻ സ്വന്തം അവകാശത്തിൽ നിന്ന് തന്നെ തന്റെ പുത്രന്മാർക്ക് അവകാശം കൊടുക്കണം. ഓക്കെ, ഇത് വളരെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇവിടെ 2 കൂട്ടർ, ഒന്ന് പുത്രന്മാരുമുണ്ട്, ദാസന്മാരുമുണ്ട്. അവർക്ക് കൊടുക്കുന്ന അവകാശത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രഭു തൻ്റെ പുത്രന്മാർക്ക് ആർക്കെങ്കിലും തൻ്റെ അവകാശത്തിൽ നിന്ന് ഒരു ഭാഗം ദാനമായി നൽകിയാൽ അതൊരിക്കലും തിരികെ കിട്ടത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്ക് എന്ന് ശാശ്വത അവകാശമായി ലഭിക്കും. അതൊരു അനന്തരാവകാശമായി ആ പുത്രന് കൈവശമാക്കിയിരിക്കും. എന്നാൽ മറ്റൊന്ന് തൻ്റെ അവകാശത്തെ ഒരു ഭാഗം തൻ്റെ ദാസന്മാർക്ക് നൽകിയാൽ അത് കുറെ കാലഘട്ടത്തിലെ കയ്യിൽ വെച്ചിരിക്കാം. എന്നാൽ അതിന് സ്വതന്ത്ര ആണ്ടെന്ന് പറയുന്നുണ്ട്, ജൂബിലി ഇയർ.
ആ യോവേൽ സംവത്സരമെന്ന് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വർഷമാകുമ്പോൾ ആ ദാസൻ അത് തിരികെ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഇനി ദാസന് ഏതെങ്കിലും വിധത്തിൽ പ്രഭുവിനെ തൻ്റെ അവകാശത്തിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ യോവേൽ സംവത്സരമാക്കുമ്പോൾ ഈ പ്രഭു അവനത് തിരികെ നൽകണം. ഞാൻ അതിൻ്റെ വാക്യസഹിതം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ഇസ്രായേലിൽ അപ്പന്മാരുടെ അവകാശം തൻ്റെ മക്കൾക്ക് കൊടുത്താൽ അത് സ്ഥിരമാണ്, അതിന് മാറ്റമൊന്നുമില്ല. എന്നാൽ അവരുടെ ഇടയിൽ ഒരു ദരിദ്രനായി തീർന്ന ഒരുത്തൻ, അവന് ജീവിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ വരുമ്പോൾ അവൻ തൻ്റെ ലാൻഡ് വിൽക്കുന്നു. ആ ലാൻഡ് ഒരുവൻ വാങ്ങിക്കുന്നു, ഒന്നുകിൽ പ്രഭു വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പരിചയിക്കപ്പെട്ടവൻ അത് വാങ്ങിക്കുന്നു. വാങ്ങിച്ചു കഴിയുമ്പോൾ വാങ്ങിച്ചിട്ട് അവൻ തൻ്റെ കടം വീട്ടുന്നു. അപ്പോൾ അവൻ ആ കൊടുത്ത അവൻ്റെ ലാൻഡ് എന്നേക്കുമായി നഷ്ടപ്പെടുന്നില്ല. അത് യോവേൽ സംവത്സരം എന്ന് പറയുന്ന സംവത്സരമുണ്ട്. 50 വർഷം കൂടിയിരിക്കുമ്പോൾ നടത്തപ്പെടുന്നൊരു വർഷം. അന്നേ ദിവസം ഇതവന് തിരികെ കൊടുക്കണം. പ്രഭുവായിരുന്നാലും കൊള്ളാം, ആര് വാങ്ങിച്ചുവോ അവനത്, ആരുടെ നിന്ന് വാങ്ങിയോ അതവന് തിരികെ കൊടുത്തിരിക്കണം എന്നൊരു പ്രമാണം പഴയ നിയമ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 28 ഉള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 25 verses 23 to 28. നിലം ജന്മം വിൽക്കരുത്, ദേശം എനിക്കുള്ളതാകുന്നു. നിങ്ങൾ എൻ്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരുമത്രേ. നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത് ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളേണം. എന്നാൽ വീണ്ടുകൊള്ളുവാൻ അവൻ ആരും ഇല്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവൻ അത് വിറ്റ ശേഷമുള്ള സംവത്സരം കണക്ക് കൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിയിരിക്കുന്ന ആൾക്ക് മടക്കി കൊടുത്ത് തൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരണം. എന്നാൽ മടക്കി കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയത് യോബേൽ സംവത്സരം വരെ വാങ്ങിയവന്റെ കയ്യിൽ ഇരിക്കണം. യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞ് കൊടുക്കുകയും അവൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചത്. ദാസന്മാർക്ക് കൊടുത്താൽ ആ ദാസന് അതിൻ്റെ സമയമാകുമ്പോൾ സ്വതന്ത്ര വർഷമാണെന്ന് പറയപ്പെടുന്നത്. ആ സ്വതന്ത്ര വർഷമാകുമ്പോൾ അത് തിരികെ കൊടുത്തിരിക്കണം, അവൻ്റെ സമ്പത്ത് തിരികെ കൊടുത്തിരിക്കണം. ഇത് ദൈവം വെച്ച ഒരു പ്രമാണമാണ്. അതാണ് ഈ അവസാന ഭാഗത്ത് പറഞ്ഞു നിർത്തുന്നത്. ഇനിയും നമ്മൾ പഴയ നമ്മ കാലത്തിലേക്ക് നോക്കുമ്പോൾ ഭരണാധികാരികളും മറ്റ് ധനികന്മാരും ഈ നിലയിൽ ചെയ്തു, എന്നിട്ട് പലരെയും പിടിച്ചു പറിച്ചതായി കാണുന്നുണ്ട്. അതായത് സമയമാകുമ്പോൾ അത് തിരികെ കൊടുക്കാതെ അത് കൂട്ടി പലയിടത്തുനിന്നും വാങ്ങിക്കൂട്ടി ധനികന്മാരായവരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ദൈവം കൊടുത്ത പ്രമാണത്തെ അവർ എന്നേക്കുമായി മറന്നു കളഞ്ഞു. അവർ കൂടുതൽ സ്വത്ത് ആഗ്രഹിച്ചു. അങ്ങനെ സ്വത്തുക്കൾ ആഗ്രഹിക്കുമ്പോൾ, സ്വത്തുക്കൾ സമ്പാദിച്ചു കഴിയുമ്പോൾ അവർ കൂടുതലായി കഴിഞ്ഞു അവരുടെ മനോഭാവം മാറുമെന്ന് യഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ട്. അവരുടെ മനോഭാവം മാറും. അതിനെക്കുറിച്ച് ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 17 വാക്യങ്ങൾ വായിക്കാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 17 verses 16 and 17. എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്. അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത്.
ഇനിമേൽ ആ വഴിക്ക് തിരിയരുതെന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. ഇവിടെ വെള്ളിയും വായിക്കുന്ന പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത്. ഇതൊന്നും അധികമായി സമ്പാദിക്കരുത്. നിനക്ക് ലഭിച്ചിരിക്കുന്ന ലാൻഡ് നീ ഉപയോഗിക്കുക. നിന്റെ സഹോദരൻ ദരിദ്രനായി പോയെങ്കിൽ അവനെ ലാൻഡ് വിൽക്കുമ്പോൾ നീ വാങ്ങിച്ചിട്ട് അവനെ അതിൽ നിന്നും രക്ഷിക്കുക. എന്നാൽ എന്നെങ്കിലും അവൻ തിരിച്ചു തരുന്നെങ്കിൽ അത് വാങ്ങിക്കണം. എന്നാൽ യോവേൽ സംവത്സരം വരെ തന്നിട്ടില്ല എങ്കിൽ ആ ലാൻഡ് അവന് സ്വാതന്ത്ര്യത്തോടുകൂടെ മടക്കി കൊടുക്കണം. ഇല്ലാതെ കൊടുക്കാതിരുന്നാൽ ഇവനൊരു ധനികനായി തീരുകയും ഇവൻ്റെ മനോഭാവം മാറുകയും ഇവ പിന്നെ മിസ്രൈമിലേക്ക് പോയി അവിടുത്തെ കുതിരകളെ മറ്റും വാങ്ങി അവിടുത്തെ ജനങ്ങളെ ഭാര്യമാരായി സ്വീകരിക്കുകയും അവിടുത്തെ ദൈവങ്ങളെ ഇവൻ്റെ ദൈവങ്ങളായി അംഗീകരിക്കുകയും ചെയ്യും. ഇത് ശലോമോൻ ചെയ്തു. ശലോമോൻ ഇത് ചെയ്തു. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ആ ഭാഗം എടുത്തു പറയുന്നുണ്ട്. ഒന്ന് വായിച്ച്. ശലോമോന് തന്റെ രഥങ്ങൾക്ക് 40,000 കുതിരലായവും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. നോക്കണം, അവന് അത് വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് അവൻ മിസ്രൈമിൽ പോയി വാങ്ങി അവിടെ നിന്ന് അവസാനം ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു. അങ്ങനെ വിവിധ തരത്തിലുള്ളതായ നിലകളിലേക്ക് അത് നീങ്ങി. അത് ശലോമോനെയും ബാധിച്ചു, അത് രാജ്യത്തെയും ബാധിച്ചു, എല്ലാ നിലകളിലും അത് ബാധിക്കപ്പെട്ടു. നമുക്കറിയാം മറ്റൊരു ഭാഗത്ത് 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യം വായിച്ച്. 1 Kings chapter 21 verse 18 and 19. നീ എഴുന്നേറ്റ് ശമര്യയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിനെ എതിരേൽപ്പാൻ ചെല്ലുക. ഇതാ അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു. നീ അവനോട് നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നുവെന്ന് നീ അവനോട് പറക എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നപ്പോൾ രാജാവിന് ആർത്തി മൂത്തിട്ട് മറ്റവൻ്റെ സ്ഥലം മുന്തിരിത്തോട്ടം തട്ടിപ്പറിച്ചെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടേക്ക് ദൈവഭൃത്യനെ പറഞ്ഞയക്കുന്ന ഭാഗമാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ ദൈവം പറഞ്ഞിരുന്നു, ആരുടെയും അപകരിക്കരുതേ. ഒരുത്തൻ ദരിദ്രനായി തീർന്നാൽ അവനെ വീണ്ടുകൊള്ളുവാൻ വേണ്ടി സ്വന്തക്കാരനായിരിക്കുന്നവൻ അവൻ ലാൻഡ് എടുത്തിട്ട് അവൻ ആവശ്യം പണം കൊടുക്കാം. ഇത് കുറേ കഴിയുമ്പോൾ ആ പണം തിരികെ കൊടുക്കണം. നിവർത്തിയില്ലെങ്കിലും യോവേൽ മാസം ആ ലാൻഡ് തിരിച്ചു കൊടുക്കണം. അല്ലാതെ തട്ടിപ്പറിച്ചെടുക്കുവാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി ആ ഭാഗത്ത് പറയുന്നുണ്ട്. അതിനോടുള്ളതായ ഒരു ചെറിയ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. 50 വർഷം കൂടിയിരിക്കുമ്പോൾ യോവേൽ സംവത്സരമാണ്. ആ സമയത്ത് നീ വാങ്ങിയതെല്ലാം തിരികെ കൊടുക്കണം. എന്നാൽ മക്കൾക്ക് ദാനമായി കൊടുത്തത് വാങ്ങണ്ട, ദാസന്മാർക്കും മറ്റും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. യോവേൽ സംവത്സരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്ത് പഠിക്കാനുണ്ട്. അടിമകളെക്കുറിച്ചും ദാസിദാസന്മാരുടെ ബന്ധത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞതിന് താല്പര്യം, ഇനി വരാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിലും അവിടെ ധനികനെന്നോ പാവപ്പെട്ടവനോ വ്യത്യാസമില്ല. നമുക്കറിയാം ഇന്നത്തെ സകല രാഷ്ട്രീയ പാർട്ടികളും ഇല്ല എങ്കിൽ ഒരു കാലത്ത് റഷ്യയിലും മറ്റും രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു മാനിഫെസ്റ്റോ ആയിരുന്നു സോഷ്യലിസം എന്ന് പറയുന്നത്. എല്ലാവരും തുല്യരാണ്. അവരതിനു വേണ്ടി പോരാടിയിരുന്നു, അതിനുവേണ്ടി ജനത്തെ അവർ നയിച്ചിരുന്നു. എന്നാൽ ഒരിടത്തും അവർക്കൊരു സോഷ്യലിസം വ്യവസ്ഥ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നിലനിൽക്കുന്ന ചൈനയെ പോലും യഥാർത്ഥമാകുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥയില്ല. അവിടെയും ധനികനും പാവപ്പെട്ടവനുമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കാൻ പോകുന്ന
രാജ്യത്തിൽ അവിടെ ധനികരൊന്നുമില്ല, എല്ലാവരും തുല്യരാണ് എന്നുള്ളതായ ഒരർത്ഥമാണ് ഈ ഭാഗത്തു നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. രാജകുമാരൻ തൻ്റെ ഭൂമി സ്വന്തമാക്കാം, രാജകുമാരൻ മറ്റൊരാൾക്ക് നൽകുന്നു എങ്കിൽ സ്വതന്ത്ര വർഷം വരെ മാത്രമേ അവന് സൂക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവനെ തിരികെ കൊടുത്തിരിക്കണം. നോക്കണം, ദൈവത്തിൻ്റെ പ്രമാണമാണ്, എല്ലാവരും തുല്യരാണ്. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എല്ലാ ഗോത്രക്കാർക്കും അവർക്ക് ആവശ്യമായ നിലയിൽ അളന്നു കുറിച്ച് കൊടുത്തു. ലേവ്യർക്ക് മാത്രം കൊടുത്തില്ല. അവിടെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് അവരെ വേറെ നിലയിലേക്ക് മാറ്റി. ബാക്കി എല്ലാവർക്കും ലാൻഡ് അളന്നു കൊടുത്തു. അതിൻ്റെ അകത്ത് ഏറ്റക്കുറവില്ലാത്ത നിലയിൽ കൊടുത്തു എങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും ദൈവത്തിന് മുമ്പിൽ തുല്യരാണ്, അതിനകത്ത് വ്യത്യാസം വരാൻ പാടില്ല എന്ന് ഒരിക്കൽ കൂടി ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലെ ആളുകൾ, ഭരണകർത്താക്കൾ, പാർട്ടിക്കാർ പല നിലകളിൽ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അത് നടക്കാതെ ഇരിക്കുമ്പോൾ സകല വാഴ്ചകൾക്കും ഭരണങ്ങൾക്കും അവസാനം വരുത്തി നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരായിരിക്കുമെന്ന് ഈ ഭാഗത്തു നിന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുത്തുയർത്തും, സമത്വ സുന്ദരമാകുന്ന ഒരു രാജ്യം കെട്ടിപ്പടുത്തുയർത്തും. ആ രാജ്യം 1000 ആണ്ട് വാഴ്ചയിൽ നടക്കപ്പെടുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കുമെന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് 19ഉം 20ഉം വാക്യങ്ങൾ വായിച്ച് ഈ രാത്രി നമ്മുടെ ചിന്തയോടെ അവസാനിപ്പിക്കാം. 19ഉം 20ഉം വാക്യം. പിന്നെ അവൻ ഗോപുരത്തിന്റെ പാർശ്വത്തിലുള്ള പ്രവേശനത്തിൽ കൂടി എന്നെ വടക്കോട്ട് ദർശനമുള്ളതായി പുരോഹിതന്മാരുടെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ഞാൻ പടിഞ്ഞാറേ അറ്റത്തൊരു സ്ഥലം കണ്ടു. അവൻ എന്നോട്, പുരോഹിതന്മാർ അകൃത്യയാഗവും പാപയാഗവും പാകം ചെയ്യുന്നതും ഭോജനയാഗം ചുടുന്നതുമായ സ്ഥലം ഇതാകുന്നു. അവർ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അവയെ പുറത്തെ പ്രാകാരത്തിലേക്ക് പോകാതെ ഇരിപ്പാൻ തന്നെ എന്ന് അരുളി ചെയ്തു. ഓക്കെ, ഇവിടെ പ്രവേശന കവാടത്തിലേക്ക് കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ആ 40-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ ദൈവദൂതൻ ആയിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. പുരോഹിതന്മാർ അകൃത്യയാഗം അർപ്പിക്കേണ്ട സ്ഥലം ഇതാണ്, യാഗം കഴിക്കേണ്ട സ്ഥലം ഇതാണ്, യാഗത്തിനുള്ള സാധനങ്ങൾ ഒരുക്കുന്ന സ്ഥലം ഇതാണ്. അതുകൂടാതെ ആ പുരോഹിതന്മാർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട മുറികൾ ഇതാണ് എന്നെല്ലാം ഇവിടെ എല്ലാം വ്യക്തമായി പറഞ്ഞു. ഇവിടെ എല്ലാം പുരോഹിതന്മാർ യാഗവസ്തുക്കൾ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനെല്ലാം പ്രത്യേകമായി തിരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യാഗവസ്തുക്കൾ വിശുദ്ധമാണ്. അതെല്ലായിടത്തും കൊണ്ടുവന്ന് തോന്നുന്നതുപോലെ ചെയ്യാനുള്ളതല്ല. യാഗവസ്തുക്കൾ വിശുദ്ധമാകിയാൽ അത് വിശുദ്ധമായ നിലയിൽ സൂക്ഷിക്കണം, വിശുദ്ധമായ ഇടത്ത് സൂക്ഷിക്കണം, വിശുദ്ധന്മാർ അത് കൈകാര്യം ചെയ്യണം എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് പുരോഹിതന്മാർ അവ പ്രത്യേകമാകുന്ന അടുക്കളയിൽ പാകം ചെയ്യണം, അല്ലാത്തവർക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശനമില്ല. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന യാഗമർപ്പിക്കാൻ കൊണ്ടുവന്നത് വിശുദ്ധമാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, അത് വെക്കേണ്ടടുത്ത് വെക്കണം, പാകം ചെയ്യേണ്ടവരത് പാകം ചെയ്യണം. എല്ലാവരും പാകം ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ രാത്രി ചിന്തയോടെ അവസാനിപ്പിക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട വസ്തുത, ദൈവത്തിന് കൊടുക്കുന്നത് വിശുദ്ധമാണ്. അത് വ്യക്തമായ നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന്, ദൈവസന്നിധിയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ
ആമീൻ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിനെ ഓർത്ത നന്ദിയോടെ ആ യാഗത്തെ ഓർത്ത് നാം സ്തോത്രം പറയുവാൻ ബാധ്യസ്ഥരാണ് ദിവസം തോറും. 2, നാം ദൈവത്തിന് കൊടുക്കുന്ന സ്തോത്ര വഴിപാടുകൾക്ക് അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കണം, അതിൻ്റെ പ്രാധാന്യത നമ്മൾ കൊടുത്തിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആമേൻ, 1000 ആണ്ട് വാഴ്ചയിൽ സമത്വ സുന്ദരമാകുന്ന ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ കാര്യമാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ആമീൻ ജനങ്ങൾ ധനത്തിൻ്റെ പേരിലും മറ്റ് പലതിൻ്റെ പേരിൽ വേർതിരിച്ച് കാണിക്കുമ്പോൾ കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിനകത്ത് വേർതിരിവില്ല, എല്ലാവരും തുല്യരാണ് എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊന്ന്, ദൈവസന്നിധിയിൽ വരുന്നത് വിശുദ്ധമാണ്, ദൈവത്തിന് വേർതിരിച്ചിരിക്കുന്ന വിശുദ്ധമാണ്, അത് വിശുദ്ധന്മാരാൽ ഒരുക്കപ്പെടുന്നു, അത് വിശുദ്ധ സ്ഥലത്ത് ഒരുക്കപ്പെടണമെന്ന് വ്യക്തമായി നമ്മെ ഈ ഭാഗത്തു നിന്നും പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത, ദൈവം നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് ഓർത്ത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത്, പ്രാധാന്യത കൊടുത്ത്, അതിൻ്റെ പ്രാധാന്യതയോടുകൂടെ ദൈവത്തെ ആരാധിച്ച് മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.